പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. പ്രിയരെ, ഈ പ്രഭാതം ഞാനും നിങ്ങളും എല്ലാം വളരെ പ്രത്യാശയോടെ കാണുന്ന പ്രഭാതമാണ്. കാരണം 2024 ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുകയാണ്. ഈ വർഷം ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ ഉയർന്ന തലം വെളിപ്പെടുന്ന വർഷമാണ്. ഇത് ഇയർ ഓഫ് ഹയർ ലെവൽ അനോയിൻറ്റിങ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളെയും ന്യൂ ഇയർ വിഷസുകൾ ആശംസിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനൊരു പ്രഭാതം തന്നതിന് നന്ദി പറയാൻ പറ്റുന്നവർ നന്ദി പറയണം. ഹല്ലേലൂയ. അനേക പ്രതികൂലത്തിൽ, അനേക പ്രതിസന്ധിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത പകർച്ചവ്യാധികളുടെ നടുവിലെല്ലാം എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഹയർ ലെവൽ അനോയിൻറ്റിങ്, ഉയർന്ന തലത്തിലുള്ള അഭിഷേകം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിലേക്ക്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എന്നെ കേൾക്കുന്ന എത്ര പേർ ഈ പുതുവർഷത്തിൻ്റെ 1-ാം തീയതി കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകും? ഹല്ലേലൂയ. എത്ര പേർ ഒരുമിച്ചെന്ന് പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ കർത്താവ് എന്നെ ഇതുവരെയും കൊണ്ടുവന്നതാണ്. കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയാണ് എന്നെ ഇതുവരെയും നടത്തിയത്. എങ്കിൽ ഈ വർഷം ഞാനും നിങ്ങളും ശ്രദ്ധിക്കുന്നത് ദ ഹയർ ലെവൽ അനോയിൻറ്റിങ് എന്നാണ്, ഉയർന്ന തലത്തിലുള്ള അഭിഷേകം. ആ നിലയിൽ നമ്മോട് ഇടപെട്ട വാക്യം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ഒരറിവാണ് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത്. അറിയാം, യോഹന്നാൻ വിളിച്ചു പറയുന്നു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആ പ്രശ്നത്തിൽ നിന്ന്, ഇന്നത്തെ ആ കുഴിയിൽ നിന്ന് അഭിഷേകം നിങ്ങളെ കരകയറ്റും. നമ്മുടെ ദൈവം കരം പിടിച്ച് ഉയർത്തുമെന്നുള്ളത് ഒരറിവ് നിങ്ങളുടെ വെളിയിൽ വന്നാൽ ഹല്ലേലൂയ നിങ്ങൾ അതിനുവേണ്ടി ദാഹിക്കാൻ തുടങ്ങും. എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, അറിവ് നിൻ്റെ വെളിയിൽ വന്നാൽ, അഭിഷേകം നിൻ്റെ വെളിയിൽ വന്നാൽ നിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും. നിങ്ങൾ നോക്കിയ ഫെലിസ്ത്യൻ ശിംശോനെ ബന്ധിച്ച് അവനെ അവസാനിപ്പിക്കാനായിട്ട് കൊണ്ടുവരികയാണ്. പക്ഷേ ആ സമയത്ത് ശിംശോൻ്റെ വെള്ളിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അവൻ്റെ ശരീരത്തെയും കൈയെയും കൂട്ടിക്കെട്ടി ബന്ധിച്ചിരുന്ന കയറുകൾ ചണനൂല് പോലെ കരിഞ്ഞുപോയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അഭിഷേകത്തിൻ്റെ അറിവ് നിൻ്റെ വെളിയിൽ വെളിപ്പെട്ടാൽ, ഒരു ഉയർന്ന തലം വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്ന് നിന്നെ ഹല്ലേലൂയ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ മുഴുവൻ വിഷയങ്ങളുടെയും മുകളിലൂടെ നീ നടക്കാൻ തുടങ്ങും. കാരണം ഞാൻ നിങ്ങൾ കുറിവാക്യമായി വായിച്ച വാക്യം, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേൽക്കുകയാണ്. അടുത്തത് അവൻ്റെ ചിറകടിയുടെ ശബ്ദം വെളിപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പെയുള്ള തലത്തിൽ നിന്ന് ഇതാ കഴുകൻ മുകളിലോട്ട് പൊങ്ങുകയാണ്. ഒന്നുകൂടെ ആത്മാവിൽ വിളിച്ചു പറയാം, കഴുകൻ അതിൻ്റെ ശക്തിയിൽ ഉയരങ്ങളിലോട്ട് പൊങ്ങുമ്പോഴാണ് കഴുകൻ്റെ വില വെളിപ്പെടുന്നത്. കഴുകൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കാക്ക വരെയും കഴുകനെ കുത്തിപ്പറിക്കും എന്ന് പറഞ്ഞാൽ എത്ര താഴോട്ട് വരുമോ
കഴുകൻ്റെ ബലം ക്ഷയിച്ചു പോകും. പക്ഷേ ഉയരത്തിലോട്ട് പോകുമ്പോൾ കഴുകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മേഘത്തിന് മുകളിലൂടെ, മഴയ്ക്ക് മുകളിലൂടെ പറക്കുവാനുള്ള കഴിവാണ് കഴുകനുള്ളത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അഭിഷേകം നിങ്ങളുടെ അടുത്ത നിലയിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഒരു അറിവ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരു തലം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, അഭിഷേകത്തിൻ്റെ അടുത്ത തലം വരുന്നത് അറിയാം ചേർന്ന് നടക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൽ എത്രത്തോളം അടുക്കുമോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. കാരണം ഏലിയാവിൽ നിന്ന് ഏലീശയിലേക്ക് ഒരു കൈമാറ്റം വന്നത് ഒത്തിരി പേർ ഏലിയാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരിൽ ആരും കാണാത്ത ഒരു അടുപ്പം ഏലീശയ്ക്ക് ഏലിയാവിനോടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഏലീശ ഇങ്ങനെ തന്നെ ആഗ്രഹിച്ചു, നിന്നിൽ നിന്നൊരു ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. നിന്നെ അഭിഷേകം ചെയ്ത, നിൻ്റെ പ്രാർത്ഥനയിൽ തീയിറക്കിയ, നിൻ്റെ പ്രാർത്ഥനയിൽ ആകാശമണ്ഡലങ്ങൾ അടച്ച, നിൻ്റെ പ്രാർത്ഥനയിൽ ആകാശത്തെ വീണ്ടും തുറന്ന, വൻമഴ പെയ്യിപ്പിച്ച ആ ദൈവത്തിന് അതിനേക്കാൾ ഉന്നതമേറിയ എന്തോ ഒന്ന് എൻ്റെ വെളിയിൽ പകരുവാൻ കഴിയും. പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരോടും വിളിച്ചു പറയുക, എൻ്റെ കർത്താവ് ഹല്ലേലൂയ നിന്നെ രാജകീയ പുരോഹിത വർഗമാക്കുവാൻ, രാജാവിൻ്റെ അഭിഷേകം മാത്രമല്ല പുരോഹിതൻ്റെ അഭിഷേകം നിൻ്റെ വെളിയിൽ ഇടുവാൻ ഇന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അടുത്ത തലത്തിലോട്ട് നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഒരു തലം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. ഏലിയാവിനെ ദൈവം വിളിച്ചത് വ്യത്യസ്തമായിട്ടാണ്. കൊട്ടാരത്തിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഹല്ലേലൂയ മഴയും മഞ്ഞും പെയ്യത്തില്ല. എന്നിട്ട് ദൈവം അടുത്ത തലത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ പറയുന്നതുവരെ കെരീത്തിൻ്റെ തോട്ടിൻ്റെ കരയിൽ നീ ഒളിച്ചിരിക്കുക, ആ കെരീത്തിലെ വെള്ളം കുടിക്കുക, രാവിലെയും വൈകിട്ടും ഞാൻ നിനക്ക് കാക്കയാൽ അപ്പവും ഇറച്ചിയും തന്നു പോഷിപ്പിക്കും. ആ ഒരു തലം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ അറിയാം. ഏലിയാവ് രാവിലെയും വൈകിട്ടും വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ആ സീസണിൽ നിന്ന്, ആ തലത്തിൽ നിന്ന് ഒരു ഉയർന്ന തലത്തിലോട്ട് ഏലിയാവ് നടക്കുകയാണ്. എന്താണെന്നറിയാമോ? ആ സീസൺ കഴിയുമ്പോൾ സെരഫാത്തിലോട്ട് പോവുകയാണ്. ഉയർന്ന തലത്തിലെ അഭിഷേകത്തിലേക്ക് നീ സ്റ്റെപ്പ് വെച്ചാൽ വീട്ടിലെ ക്ഷാമങ്ങൾ, ദേശത്തിലെ ക്ഷാമങ്ങൾ മാറും. അവൻ ചെല്ലുന്നത് ഒരു ക്ഷാമത്തിൻ്റെ അനുഭവത്തിലാണ്. അവൻ ചെല്ലുന്നത് അറിയാം ക്ഷാമത്തിൽ മരിക്കുമെന്ന് പറഞ്ഞൊരു വിധവയുടെയും മകൻ്റെ വീട്ടിലോട്ടാണ്. പക്ഷേ അഭിഷേകത്തിൻ്റെ അടുത്ത തലത്തിലോട്ട് കാല് വയ്ക്കുന്നവൻ അറിയാം കാല് വയ്ക്കുന്നതോടുകൂടെ തന്നെ ആ വീട്ടിൻ്റെ ക്ഷാമങ്ങൾ പൊട്ടിപ്പോയി, ആ വീട്ടിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ മാറി അറിയാം ഉയർന്ന തലം വെളിപ്പെട്ട് വരുന്നു. വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അടുത്ത തലമെന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടുമല്ല. ഏലിയാവേ അറിയാം നീ കാൽ വെച്ച ഭവനത്തിനകത്ത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. കാരണം അഭിഷേകം ക്ഷാമത്തെ മാറ്റുകയാണ്. എങ്കിൽ അറിയാം ഈ 1-ാം തീയതി മോർണിംഗ് മെസ്സേജ് ശ്രദ്ധിക്കുന്നതിനോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നത്തെ അനുഭവത്തിൽ മുമ്പോട്ട് പോകരുത്. ദാഹമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാപിച്ചോ, ഇതാ ഒരു ഉയർന്ന തലം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുന്നു. കഴുകനെ പോലെ അടുത്ത തലത്തിലോട്ട് നിങ്ങൾ കയറുകയാണ്. ഇന്ന് കണ്ട കടബാധ്യതയിൽ നിന്ന്, ഇന്ന് കണ്ട രോഗത്തിൽ നിന്ന്, ഇന്ന് കണ്ട പ്രതിസന്ധിയിൽ നിന്ന് അതിനെ ഹല്ലേലൂയ ചവിട്ടുപടിയായി നീ കയറാൻ പോവുകയാണ്. നിൻ്റെ മുമ്പിൽ ഇന്നലെ വരെയും സ്റ്റോപ്പ് മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ ആ പ്രശ്നത്തെ നീ സ്റ്റെപ്പാക്കാൻ പോവുകയാണ്. 2024 ഹയർ ലെവൽ നിൻ്റെ മുന്നിൽ വെളിപ്പെടാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും കണ്ണുകളടച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഒരു ഉയർന്ന തലത്തിലെ അഭിഷേകം ഇവരുടെ മുന്നിൽ വെളിപ്പെട്ട് വരട്ടെ. അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ തുറക്കട്ടെ. ഇവർ പച്ചവെള്ളത്തെ വീഞ്ഞാകുന്നത് കാണട്ടെ. വലിയ തലങ്ങൾ തുറന്നു വരട്ടെ. ഇവരുടെ അറിവ് യോർദാനെ മുറിക്കട്ടെ. ഇവരുടെ മേളിൽ പകരുന്ന അഭിഷേകം വർദ്ധിക്കട്ടെ. എങ്കിൽ ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കര ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുമായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് വേഗത്തിൽ വിളിക്കണം, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണം. ഞാൻ തന്നെ നിങ്ങൾക്ക് മറുപടി പറയും. എങ്കിൽ 2024 തീരുമാനമെടുത്താട്ടെ. എവിടെ നിന്ന് ശ്രദ്ധിക്കുന്നില്ല, ഈ ഒരാരാധനയെങ്കിലും, കേരളത്തിൽ പലയിടങ്ങളിൽ നമ്മുടെ ആരാധന നടക്കുന്നു, ഒരാരാധനയെങ്കിലും അറ്റൻഡ് ചെയ്യും. അതേപോലെ എല്ലാ ദിവസവും അറിയാം ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. 3.5 വർഷം കഴിയുകയാണ്. അനേക ആയിരങ്ങൾക്ക് ഇത് വിടുതലായി തീർന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.